ഞാനും ജാനും കൂടി ഈ കുപ്പിയും പാട്ടൊക്കെ പൊക്കി പിടിച്ച് എങ്ങോട്ടാണെന്നല്ലേ ചിന്തിക്കണേ? ഇന്നത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോ. എന്താന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടാ. ഈ കുപ്പികളെല്ലാം സ്റ്റിക്കർ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കണേ എന്തിനാണെന്നറിയോ? കുറെ അധികം പ്രയോജനപ്പെടുന്ന സാധനങ്ങൾ വിൽക്കുന്ന താനിയ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് ഇന്ന് ഡിറ്റർജന്റ് ലിക്വിഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിറ്റ് ആണ് വന്നിരിക്കണേ കേട്ടാ. ഈ കിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് 9 ലിറ്റർ ഡിറ്റർജന്റ് ലിക്വിഡ് ഉണ്ടാക്കാൻ പറ്റും. അതും വെറും 300 രൂപയ്ക്ക്. 300 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ 1 ലിറ്റർ കടയിൽ നിന്ന് വാങ്ങുന്ന പൈസയല്ലേ ആവണുള്ളൂ. പിന്നെ ഈ കിറ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എങ്ങനെയാ ഉണ്ടാക്കാന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതെങ്ങനെയാ ഉണ്ടാക്കണ്ടേന്നുള്ള ഇൻസ്ട്രക്ഷൻസും അവർ അതിന്റെ കൂടെ തന്നെ നമുക്ക് അയച്ചു തരുന്നുണ്ട് കേട്ടാ. അതെങ്ങനെയാ ഉണ്ടാക്കാന്നുള്ളത് ചെറുതായിട്ട് വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. 2 ബക്കറ്റില് 3 ലിറ്റർ വെള്ളം വെച്ച് എടുക്കുക. അതിലേക്ക് ഒരു ബക്കറ്റിലേക്ക് നൂഡിൽസ് പോലെയുള്ള ഒരു പാക്കറ്റും പിന്നെ മറ്റേ ബക്കറ്റിലേക്ക് ഒരു കല്ലുപ്പ് പോലത്തെ ഒരു സംഗതി ഉണ്ട്. അതിട്ട് മിക്സ് ചെയ്ത് 2 മണിക്കൂർ നേരിട്ട് വെയിലടിക്കാത്ത തണലത്തേക്ക് മാറ്റി വെക്കുക. അപ്പൊ അത് ഞാൻ തണലത്തേക്ക് മാറ്റി വെച്ച് ഞാൻ കുറച്ച് വെയിൽ കൊള്ളാൻ ഇറങ്ങിട്ടാ. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞു. വീണ്ടും ഞാൻ എന്റെ പണിയായുധങ്ങളൊക്കെ എടുത്തിട്ട് പോന്നു. 2 ബക്കറ്റിലുള്ള മിശ്രിതങ്ങൾ ഒരുമിച്ച് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും 2 ലിറ്റർ വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് അതിലേക്ക് പൊടിയുപ്പ് പോലത്തെ ഒരു പാക്കറ്റ് ഉണ്ട്, അതിട്ട് നന്നായി മിക്സ് ചെയ്തു. അതും നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചേക്കണ ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചേർക്കേണ്ടത് ഒരു കുപ്പിയില് ഒരു ലിക്വിഡ് ഓൾറെഡി ഇവർ തന്നിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് നന്നായിട്ട് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ സുഗന്ധം വേണ്ടവർക്ക് സുഗന്ധം ആഡ് ചെയ്ത് കൊടുക്കാം, കളറും ആഡ് ചെയ്ത് കൊടുക്കാം. അത് രണ്ടും ഇവർ തന്നെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡിറ്റർജന്റ് ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച 9 കുപ്പി ഉണ്ടല്ലോ, അതിൽ ഓരോന്നിലായിട്ട് നിറച്ചു കൊടുക്കാം. അതിൽ നിറയ്ക്കാനായിട്ട് ഇതുപോലൊരു ഫണൽ ഞാൻ യൂസ് ചെയ്തു. ഇത് ഞാൻ മീഷോന്ന് വെളിച്ചെണ്ണ കുപ്പി വാങ്ങിച്ചപ്പോ ഫ്രീ കിട്ടിയതാണ് കേട്ടാ. ഞാൻ ആ പതയോട് കൂടി നിറച്ച കാരണം 9 എന്നുള്ളത് എനിക്ക് 10 കുപ്പി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ താനിയയുടെ പേജും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി സാധനമാണ് കേട്ടാ.